നമ്മളിനി നോക്കുന്നത് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8255 IC ആണ്. ഇതിന്റെ ഫസ്റ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 പോർട്സ് കാണാം. പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി. പോർട്ട് സി ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻറ്റു 2, ദാറ്റ് ഈസ് സി അപ്പർ ആൻഡ് സി ലോവർ. ഈ 3 പോർട്സിനെ 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് ബിയും. ഗ്രൂപ്പ് എയിലുള്ളത് പോർട്ട് എയും പോർട്ട് സിയുടെ അപ്പർ നിബിൾസും ആണ്. ഗ്രൂപ്പ് ബിയിലുള്ളത് പോർട്ട് ബിയും പോർട്ട് സിയുടെ ലോവർ നിബിൾസും ആണ്. ഓക്കെ, ഈ എല്ലാ പോർട്ടിലോട്ടും ബസ്സസ് കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ ബസ്സസ് എന്തിനാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ബസ്സസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ഇന്റേണൽ സിസ്റ്റം ബസ് കാണാം. ഇന്റേണൽ സിസ്റ്റം ബസ് കാണാം. ഈ പോർട്ടുകളെല്ലാം നമ്മുടെ ഇന്റേണൽ ഇന്റേണൽ സിസ്റ്റം ബസ്സിലോട്ട് കണക്റ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ ഡാറ്റാ ബസ് ബഫർ കാണാം. ഈ ഡാറ്റാ ബസ് ബഫറും ഇന്റേണൽ സിസ്റ്റം ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് റീഡ് റൈറ്റ് ലോജിക് ആണ്. റീഡ് റൈറ്റ് ലോജിക് ആണ് നമ്മുടെ റീഡ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ, നമ്മുടെ ചിപ്പ് സെലക്ട്, റീസെറ്റ്, A0 A1 അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എന്തിനാണ് A0 A1 എന്നുള്ളത്? അഡ്രസ് ബിറ്റ്സ് ആണ്. ചിപ്പ് സെലക്ട്, റീസെറ്റ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു റീഡ് റൈറ്റ് ലോജിക് ആയിരിക്കും. സോ ഇതാണ് മെയിൻ ബ്ലോക്സ് ഈ 8255 ICയുടെ. നമുക്കിനി ഇതിലെ ഡാറ്റാ ബസ് ബഫർ എന്നുള്ള ഈ ഒരു സെക്ഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡാറ്റാ ബസ് ബഫർ എന്ന് പറയുന്നത് നമുക്കറിയാം D0 to D7 വരെയുള്ള പിൻസ് ആണ് നമ്മുടെ 8255 ICയിലെ. ഈ D0 to D7 വരെയുള്ള പിൻസിലേക്ക് മൈക്രോ പ്രോസസറിന്റെ AD0 തൊട്ട് AD7 വരെയുള്ള പിൻസ് ആയിരിക്കും കണക്റ്റഡ് ഉണ്ടാവുക. മൈക്രോ പ്രോസസറിന്റെ AD0 തൊട്ട് AD7 വരെയുള്ള പിൻസ് ആവും 8255 ICയുടെ D0 to D7 വരെയുള്ള പിൻസിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ടാവുക. ഈ D0 to D7 പിൻ ഡാറ്റാ ബസ് ട്രാൻസ്ഫറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പിൻസ് നമുക്ക് ഇത് 8255 IC പിൻസ് ആണ് D0 to D7. ആ പിൻസിന്റെ കണക്ഷൻ നേരെ എങ്ങോട്ടാണ്? ഒരു ബസ് വഴി ഡാറ്റാ ബസ് ബഫറിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടി വരും അല്ലെ. ഈ മൊത്തം ഓപ്പറേഷൻ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടി വരും? റീഡ് ചെയ്യേണ്ടി വരും, റൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ബൈ ഡയറക്ഷണൽ ബസ്സസ് ആണ് യൂസ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് നമുക്ക് പോർട്ട് എയിൽ നിന്ന് കൺസിഡർ ചെയ്യാം. പോർട്ട് എയിലേക്ക് ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. പോർട്ട് എയിലേക്ക് ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലെ ഒരു ഡാറ്റ നമുക്ക് റീഡ് ചെയ്യണം. റീഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇന്റേണൽ ഡാറ്റ ബസ് വഴി ഈ പോർട്ട് എയിൽ നിന്നുള്ള ഡാറ്റ, ഇവിടുത്തെ ഡാറ്റ ഈ ഇന്റേണൽ ഡാറ്റ ബസ്സിലേക്ക് വരും. ഇന്റേണൽ ഡാറ്റ ബസ്സിൽ നിന്ന് എവിടേക്ക് വരും? ഇന്റേണൽ ഡാറ്റ ബസ് വഴി ഡാറ്റ ബസ് ബഫറിലോട്ട് അത് എത്തും. ആ ഡാറ്റ ഈ ഇന്റേണൽ ബസ് വഴി ഡാറ്റ ബസ് ബഫറിലേക്ക് എത്തുന്ന ഈ ഡാറ്റനെ ഇത് D0 to D7 പിൻസിലേക്ക് സെൻഡ് ചെയ്യൂല. D0 to D7 പിൻസ് മൈക്രോ പ്രോസസറിന്റെ AD0 to AD7 പിൻസിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഈ ഡാറ്റനെ മൈക്രോ പ്രോസസറിലേക്ക് റൈറ്റ് ചെയ്യപ്പെടും. ഓക്കെ, അതിനനുസരിച്ചിട്ട് ഇനി നമുക്ക് റൈറ്റ് ആണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കാം. ഇതിപ്പോൾ റീഡ് ചെയ്യാണ്, പോർട്ട് ചെയ്യുന്നത് റീഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. ഇനി റൈറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കും? മൈക്രോ പ്രോസസറിൽ നിന്ന് ഡാറ്റ വരുന്നുണ്ടാവും. ഈ ഒരു പിൻസിൽ കൂടെ ഡാറ്റ വരുന്നുണ്ടാവും. ഓക്കെ, അത് ഏത് ഡാറ്റ ആദ്യം എന്തുണ്ടാവും? ഈ AD0 to AD7 പിൻസ് വഴി വരുന്നത് D0 to D7 പിൻസിലേക്ക് എത്തും 8255ന്റെ. ഓക്കെ, ആ പിൻസ് വഴി എവിടേക്ക് എത്തും? ഡാറ്റാ ബസ് ബഫറിലോട്ട് എത്തും. ഈ ഡാറ്റ ആദ്യം ഡാറ്റാ ബസ് ബഫറിലേക്ക് വന്ന് ലോഡാവും 8255 ICയുടെ. അവിടെ നിന്ന് എങ്ങോട്ട് പോവും? ഇവിടെ നിന്ന് വരുന്നത് വേറെ എങ്കിൽ കാണിക്കാം. സോ ഇവിടെ നിന്ന് ഇപ്പൊ മൈക്രോ പ്രോസസറിൽ നിന്നൊരു റൈറ്റ് ചെയ്യേണ്ട ഡാറ്റ വന്നു. ഡാറ്റാ ബസ് ബഫറിലോട്ട് ലോഡ് ചെയ്തു. ഇത് നേരെ ഇന്റേണൽ ബസ്സിലേക്ക് ചെല്ലും, ഇന്റേണൽ സിസ്റ്റം ബസ്സിലോട്ട് ചെല്ലും. പിന്നീട് ഏത് പോർട്ടിലേക്കാണ്, ഇപ്പോൾ ഏത് പോർട്ട് ഡിവൈസിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇത് റൈറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ. ഏത് പോർട്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്, ആ ഒരു ഡിവൈസിലേക്കാണോ റൈറ്റ് ചെയ്യേണ്ടത്, ആ ഒരു പോർട്ടിലേക്ക് ഇതിനെ സെൻഡ് ചെയ്യും. ഇപ്പോൾ സപ്പോസ് പോർട്ടയിലേക്ക് തന്നെയാണെങ്കിൽ പോർട്ടയിലുള്ള ഡിവൈസിലേക്കാണെങ്കിൽ ഇവിടുത്തെ പോർട്ടയിലേക്ക് കണക്ട് ചെയ്തിരുന്ന ഡിവൈസിലേക്ക് സെൻഡ് ചെയ്യും. ഇവിടേക്ക് ഈ ഡാറ്റ സെൻഡ് ചെയ്യപ്പെടും. സോ ഈ രീതിയിൽ നമുക്ക് ഡാറ്റാ ബസ് ബഫർ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താ ചെയ്യുന്നത്? ഡാറ്റ ട്രാൻസ്ഫർ. സോ വയ ദിസ് ബസ്, ഡാറ്റാ ബസ്, we will be transferring data to port A, port B and port C. ഓക്കെ, സോ അത് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് ഇവിടെ A0 A1 എന്നുള്ള പിൻസ് ഉണ്ട്. അതാണ് ഏത് പോർട്ടിലേക്ക് എഴുതി കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ഡാറ്റാ ബസ് ബഫർ എന്ന് ഇവിടെ പറയുന്നത്. അടുത്തത് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ആണ്. ഇപ്പൊ പറഞ്ഞ ഹോൾ ഓപ്പറേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സെക്ഷൻ ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ, നമ്മളിവിടെ റീഡ് ചെയ്യും റൈറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു പോകുന്നത് ഈ ഡാറ്റാ ബസ് വഴിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഈ റീഡിങ് നടക്കണോ റൈറ്റിംഗ് നടക്കണോ,
എന്നുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ആണ്. റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്സ് ഇമ്പോർട്ടൻറ്റ് പിൻസ് ഏതൊക്കെയാണെന്ന് നോക്കി അറിയാം. റീഡ് ബാർ, റൈറ്റ് ബാർ, A0, A1, റീസെറ്റ്, ചിപ്പ് സെലക്ട്. ഓക്കെ, അപ്പം റീഡ് ആൻഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കിന് എല്ലാ ബ്ലോക്കിലോട്ടും കണക്ഷൻ ഉണ്ട്. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ റീഡ് റൈറ്റ് ലോജിക് കൺട്രോള് നമുക്ക് കണക്ഷൻസ് നോക്കാം എവിടേക്കൊക്കെയാണ് പോയിട്ടുള്ളതെന്ന്. ഇത് നമ്മുടെ കൺട്രോൾ ലോജിക് ആണ്. ഈ കൺട്രോൾ ലോജിക്കിൽ നിന്ന് കണക്ഷൻ ഇവിടെ ഗ്രൂപ്പ് ബിയിലേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഒരു കണക്ഷൻ ഗ്രൂപ്പ് എയിലേക്ക് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കിൽ നിന്ന് കണക്ഷൻ ഓരോ പോർട്ടിലോട്ടും ഉണ്ട്. എല്ലാ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളിലോട്ടും ഇതിന്റെ കണക്ഷൻ പോകുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഭാഗത്ത് ഈ സെക്കൻഡ് സെക്ഷനിൽ വരുന്ന കൺട്രോൾ ഗ്രൂപ്പ് കൺട്രോൾ എയിലേക്ക്, ഗ്രൂപ്പ് കൺട്രോൾ ബിയിലേക്ക്, അതുപോലെ തന്നെ ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന എല്ലാ പോർട്സിന്റെ പാർട്സിലേക്കും ഒക്കെ നമുക്ക് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക് കണക്റ്റഡ് ആണ്. കാരണം എന്താണ്, നമുക്ക് റീഡ് ആൻഡ് റൈറ്റ് ലോജിക് കൺട്രോള് ഇവിടെ റീഡ് ആണോ അല്ലെങ്കിൽ റൈറ്റ് ആണോ നടക്കേണ്ട ഓപ്പറേഷൻ എന്നുള്ളത് ഈ ഒരു ലോജിക്കാണ് നമ്മുടെ ഇവിടെ തീരുമാനിക്കുന്നത്. ഏത് പോർട്ടാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ കറസ്പോണ്ടിങ് സിഗ്നൽസും ഇവിടെ നിന്നാണ് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ റീഡ് ആൻഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക് എല്ലാ ബ്ലോക്സിലോട്ടും കണക്ഷൻ ഉണ്ട്. ഗ്രൂപ്പ് എയിലോട്ട്, ഗ്രൂപ്പ് ബിയിലോട്ട്, എല്ലാ പോർട്സിലോട്ടും കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇത് ഓരോ പിൻസിന് എക്സ്പ്ലെയിൻ ചെയ്യണം. റീഡ് ബാർ, റൈറ്റ് ബാർ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ. റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണോ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ രണ്ട് പിൻസ് ആണ്. ദർ ആക്റ്റീവ് ലോ പിൻസ്. A0, A1 എന്തിനു വേണ്ടിയിട്ടാണ്, ഏത് പോർട്ട് വഴിയാണ് സെൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് A0, A1 എന്നുള്ള പിന്നാണ്. 00 ആണ് കൊടുക്കുന്നതെങ്കിൽ പോർട്ട് എയിലേക്ക് കണക്റ്റഡ് ആവും. 01 ആണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഡാറ്റ വിൽ ബി ട്രാൻസ്ഫർ ടു പോർട്ട് ബി, അല്ലെങ്കിൽ പോർട്ട് ബിന്ന് ഡാറ്റ എടുക്കാൻ പറ്റും. 10 ആണെങ്കിൽ പോർട്ട് സി, 11 ആണെങ്കിൽ കൺട്രോൾ രജിസ്റ്റർ, കൺട്രോൾ രജിസ്റ്ററിലേക്ക് കണക്റ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതെല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഈ ചിപ്പ് സെലക്ടിൽ ഇത് ചിപ്പ് സെലക്ട് ആക്റ്റീവ് ലോ ആണ് അല്ലെ. എന്നുവെച്ചാൽ ഇവിടെ 0 വന്നാലാണ് ഇത് ഇനേബിൾ ആവുന്നത്. ചിപ്പ് സെലക്ടിൽ 0 വന്നാൽ മാത്രമാണ് ബാക്കി എന്ത് ഫംഗ്ഷനും നടക്കുള്ളൂ. 8255 IC ഇനേബിൾ ആവുക തന്നെ ചെയ്യുന്നുള്ളൂ. അപ്പൊ ചിപ്പ് സെലക്ട് ഇവിടെ 0 ആക്കി വെച്ചിട്ട് A1ലും A0ലും ഈ കറസ്പോണ്ടിങ് ഡാറ്റ കൊടുത്ത പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി അല്ലെങ്കിൽ കൺട്രോൾ രജിസ്റ്റർ കറസ്പോണ്ടിംഗ്ലി സെലക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്രൂപ്പ് എ കൺട്രോളും ഉണ്ട്, ഗ്രൂപ്പ് ബി കൺട്രോളും ഉണ്ട് അല്ലെ. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് എ കൺട്രോൾ ഈസ് കണക്റ്റഡ് വിത്ത് പോർട്ട് എ ആൻഡ് പോർട്ട് സി അപ്പർ, ഗ്രൂപ്പ് ബി ഈസ് കണക്റ്റഡ് വിത്ത് പോർട്ട് ബി ആൻഡ് പോർട്ട് സി ലോവർ ആണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് കൺട്രോള് ഈ രണ്ട് ഗ്രൂപ്പുകളും അവര് കൺട്രോൾ സിഗ്നൽസ് എടുക്കും. ഇറ്റ് ടേക്സ് കൺട്രോൾ സിഗ്നൽ ഫ്രം കൺട്രോൾ വേർഡ് ആൻഡ് ഫോർവേഡ് ഇറ്റ് ടു റെസ്പെക്റ്റീവ് പോർട്സ്. കൺട്രോൾ വേർഡ് എടുത്തിട്ട് കൺട്രോൾ സിഗ്നൽ എന്ന് വെച്ചാൽ റീഡ് ചെയ്യണോ, റൈറ്റ് ചെയ്യണോ, റീസെറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കൺട്രോൾ സിഗ്നൽസ് എടുത്തിട്ട് അത് കറസ്പോണ്ടിങ് പോർട്സിലേക്ക് കൊടുക്കുകയും ചെയ്യും. സോ നമുക്കിവിടെ ഒന്ന് നോക്കാം. ഇവിടെ മൂന്ന് പോർട്സ് ആണ് പറഞ്ഞത് അല്ലെ. പോർട്ട് എ, പോർട്ട് ബി ആൻഡ് പോർട്ട് സി. ഇത് വർക്ക് ചെയ്യുന്ന 4 മോഡ്സ് ഉണ്ട്. മോഡ് 0, മോഡ് 1, മോഡ് 2 അല്ലെങ്കിൽ VSR മോഡ്. ഇതിൽ മോഡ് 0 എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ IO മോഡ് തന്നെയാണ്. മോഡ് 1 എന്ന് പറയുന്നത് ഹാൻഡ് ഷേക്ക് IO ആണ്. ബൈ ഡയറക്ഷണൽ ഹാൻഡ് ഷേക്ക് IO മോഡാണ് മോഡ് 2 എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ PSR ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡ് നമുക്കറിയാം. ഇനി ഈ പോർട്ട് എ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന പോർട്ട് എ മോഡ് 0, മോഡ് 1, മോഡ് 2ലും വർക്ക് ചെയ്യും. ബട്ട് BSR മോഡ് പോർട്ട് എയിൽ അപ്ലിക്കബിൾ അല്ല. ഓക്കെ, പോർട്ട് ബി എന്ന് പറയുന്നത് സിമ്പിൾ IO മോഡിൽ വർക്ക് ചെയ്യും, ഹാൻഡ് ഷേക്ക് IO മോഡിൽ വർക്ക് ചെയ്യും, ബൈ ഡയറക്ഷൻ ഹാൻഡ് ഷേക്ക് IO മോഡിൽ വർക്ക് ചെയ്യും. പക്ഷെ ഇവിടെയും VSR മോഡ് അപ്ലിക്കബിൾ അല്ല. പോർട്ട് സിയിൽ മോഡ് 0ലും മാത്രം, സിമ്പിൾ IO മോഡിൽ മാത്രമാണ് പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ PSR മോഡിലാണ് പറ്റുന്നത്. ഓക്കെ, പോർട്ട് സിയിലും അതുപോലെ തന്നെ BSR മോഡിലുമാണ് നമ്മുടെ പോർട്ട് സിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഓവറോൾ നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം നോക്കിയാൽ നമുക്കിപ്പോൾ എന്തൊക്കെ കാണാം. ഫസ്റ്റ് സെക്ഷനിൽ 3 പോർട്സ്, പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പോർട്ട് സി അപ്പർ, പോർട്ട് സി ലോവർ. എല്ലാത്തിലേക്കും ബൈ ഡയറക്ഷണൽ ബസ്സസ് ഉണ്ട്. ഇവിടേക്ക് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് കണക്ട് ചെയ്യാണ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇവരിൽ നിന്ന് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സറിൽ നിന്ന് വരുന്നത് ഇവരിലേക്ക് റൈറ്റ് ചെയ്യാനും സാധിക്കും. അതുപോലെ സെക്കൻഡ് സെക്ഷനിൽ ഒരു ഇന്റേണൽ സിസ്റ്റം ബസ് ഉണ്ട്. ഗ്രൂപ്പ് എ കൺട്രോൾ ഉണ്ട്, ഗ്രൂപ്പ് ബി കൺട്രോൾ ഉണ്ട്. ഗ്രൂപ്പ് എ കൺട്രോളിലേക്ക് പോർട്ട് എ, പോർട്ട് സിയുടെ അപ്പറും കണക്റ്റഡ് ആണ്. പോർട്ട് ബിയിലേക്ക് ഗ്രൂപ്പ് ബി കൺട്രോളിലേക്ക് പോർട്ട് ബിയും പോർട്ട് സിയുടെ ലോവറും കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ വേറെ 2 ഇമ്പോർട്ടൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഡാറ്റ ബസ് ബഫറും റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കും ആണ്. ഇതിൽ ഡാറ്റ ബസ് ബഫർ എന്താ ചെയ്യുക, നമുക്ക് റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഡാറ്റ മൂവ് ചെയ്യുന്നത് ഈ ഡാറ്റ ബസ് ബഫറിലോട്ടായിരിക്കും. റീഡ് ചെയ്യണോ, റൈറ്റ് ചെയ്യണോ, റീസെറ്റ് ചെയ്യണോ, ഏത് പോർട്ടിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്, ചിപ്പ് സെലക്ട്, ഇതെല്ലാം ഉള്ളത് റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്കിലാണ്. ഈ ഒരു ബ്ലോക്ക് മെയിൻ ആയിട്ടുള്ള എല്ലാ ബ്ലോക്സ് ആയിട്ടും കണക്റ്റഡ് ആണ്. ഗ്രൂപ്പ് എ കൺട്രോൾ ആയിട്ട്, ഗ്രൂപ്പ് ബി കൺട്രോൾ ആയിട്ട്, എല്ലാ ഇന്റേണൽ പോർട്സ് ആയിട്ടും
കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചിപ്പ് സെലക്ട് ഇനേബിൾ ആണെങ്കിൽ മാത്രമേ 8255 IC അവിടെ വർക്കിംഗ് ആവുകയുള്ളൂ. ഇത് 0 ആയിട്ടുണ്ടാവണം. പിന്നെ പവർ സപ്ലൈ നമ്മൾ കൊടുക്കേണ്ടത് 5 വോൾട്ട് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8255 IC എന്ന് പറയുന്നത്.